നിങ്ങൾ ബിടെക് കോർ ബ്രാഞ്ചസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോർ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ECE അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് എന്തൊക്കെയാണ് ജോലി സാധ്യതകളുള്ളത്? സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, അതായത് നമ്മൾ EV ഇൻഡസ്ട്രി പോലെ തന്നെ ഏറ്റവും എമർജിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി. സോ ന്യൂസ് ആർട്ടിക്കിൾ പ്രകാരം 2027 ആകുമ്പോഴേക്കും 20 ലക്ഷം ജോലി സാധ്യതകളാണ് ഇന്ത്യയിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിലുള്ളത്. അപ്പോൾ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി പോലെ തന്നെ എമർജിങ് ആയിരിക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ECEയുടെ അണ്ടറിൽ വരുന്നുണ്ട്. ടെലി കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി, റോബോട്ടിക്സ് ഇൻഡസ്ട്രി, എംബഡഡ് സിസ്റ്റം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഈ ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് 4 ഇയർ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സാധ്യതകൾ പോലെ തന്നെ ഇലക്ട്രോണിക്സിനും ഒരുപാട് സാധ്യതകളുണ്ട്. CSE സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീൽഡിലും ഇലക്ട്രോണിക്സുകാർക്കും വർക്ക് ചെയ്യാം. അപ്പോൾ സോഫ്റ്റ്വെയർ ഫേമിലേക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിന് പോവാം. അപ്പോൾ 4 ഇയർ ബിടെക് കോഴ്സ് നിങ്ങൾക്ക് ഇന്ന് തന്നെ ചൂസ് ചെയ്യാം. നമ്മുടെ അക്കാഡമിക്സ് എന്ന് പറയുന്നത് പ്യുവർലി ലാബ് പ്ലസ് തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക്സ് ആണ് നമ്മുടെ KTU കരിക്കുലത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലീഡിങ് ഇൻഡസ്ട്രീസിലേക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ ടിപ്പുകളും നമ്മളെ ബിടെക് സിലബസിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ.